ഹലോ മുത്തുമണീസ്, എല്ലാം ഒരു വിറയിൽ പോലെ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ റിൻഷിമോൾക്ക് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ, നമ്മുടെ ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അടുത്ത് ഹെൽത്ത് സെൻറ്ററിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീടൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്തായാലും ഇതുവരെ വന്ന് റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നതല്ലേ, അപ്പോൾ നമ്മുടെ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നിട്ട്. അപ്പോൾ എന്തോ ഒരു മാറ്റങ്ങൾ സംഭവിച്ച പോലെ തോന്നുന്നു. സ്ലാബ് ഇട്ടൂല്ലേ പുതിയത്? ആ അതാടി ഒരു മാറ്റം. തൊടിയൊക്കെ കാണിച്ചോട്. നമ്മുടെ തൊടിയൊക്കെ വൃത്തിയാക്കി നല്ല പളിച്ച് നാക്കിയേക്കണം. പിടിയൊക്കെ വൃത്തിയാക്കി. ഇവിടെ നല്ല തണുപ്പില്ലേ? ഇവിടെ അടിപൊളിയിട്ടാ. നമ്മുടെ സ്ഥലം വിട്ട് പോകാനേ മനസ്സില്ല അല്ലേ? ചേട്ടനെ കാണാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം വിട്ട് ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ല. നമ്മുടെ വീട് കണ്ടോ പൊന്ത പിടിച്ച് കിടക്കണം പൊളിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീട് നോക്ക് മൊത്തം പൊന്ത പിടിച്ച് കിടക്കണം കേട്ടോ. സങ്കടമാവണല്ലേ? കരയുണ്ടാവും ഞങ്ങളുടെ വീട്. ഞങ്ങൾ നോക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്ക്. നമ്മൾ കളിച്ച വീട് ഫ്രണ്ട് ഭാഗം പാമ്പാണ് തിരികണേ. തുണി പാമ്പാണ് തുണിയിലേതാ നമ്മുടെ സാധനങ്ങളൊക്കെ. സങ്കടം വരുന്നു കേട്ടോ ആ വീട് കാണുമ്പോൾ. നന്നായിട്ട് എനിക്കിവിടെ ഇരിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം. കാണുമ്പോൾ തന്നെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിറയെ പാമ്പുകളുണ്ടാവും. എന്താ നിങ്ങൾ കണ്ടില്ലേ? നോക്ക് മരം നോക്ക് പൊന്ത പിടിച്ച് കിടക്കും. പൊളിഞ്ഞു അങ്ങനെ ഇട്ടും തോന്നുന്നവർ. പക്ഷെ ഇവിടെ കേട്ടാ എടുക്കാൻ നല്ല സുഖം ലടി വെച്ച്. ഇവിടെ അടിപൊളി. പക്ഷെ നമ്മുടെ ഇവിടെ ആരും ഇല്ല, അയൽവാസികളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് തൊടി കംപ്ലീറ്റ് നേരാക്കിക്കണം. വെച്ച് അലയാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ആദ്യം ഇരിക്കണതിന് അപ്പോഴാണ് ഭംഗി വന്നത് വീട്. നമ്മുടെ ടിക്കുവിനെ കാണാനില്ലല്ലോ. എടാ ടിക്കു എവിടെടാ? ടിക്കു എവിടെടാ? നോക്കുന്നത് ടിക്കു. ഞങ്ങളുടെ ടിക്കു ഉണ്ടായിരുന്നു ഇവിടെ. തൊടിയൊക്കെ കണ്ട ക്ലീൻ പളിച്ച് നായിട്ടുണ്ട്. ഒരു ഇതല്ലേ നോക്കടി വാലാട്ടേ. ഒന്നും ഇല്ലടാ തരാനി. എന്താ തരാ? ആർത്തോട് ഇട്ടോട്. കടിക്കാൻ വന്നാലോ? മിക്ക വേണ്ടേ? കോശിക്കാരനാണ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയ്യാത്ത കാരണം നമുക്ക് നമ്മുടെ പഴയ വീട്ടിലേക്കൊന്ന് പോകാനായിട്ട്. അപ്പോൾ പ്രിൻസിപ്പൾക്ക് രാവിലെ കഴിച്ചപ്പോൾ നല്ല ശ്വാസം മുട്ടലും ചുമയും. പിന്നെ അവളിനായിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ അടുത്ത് ഹെൽത്ത് സെൻറ്ററിലേക്ക് പോയി. അവിടെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഫ്രീ ആണ്. ഡോക്ടറിനെയും കാണാൻ നല്ല ഡോക്ടർ, 2 നേരം ഡോക്ടറുണ്ട്. അപ്പോൾ എനിക്കും രജിക്കുട്ടിക്കും ഒക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടോ കാണിച്ചത്. എനിക്കും ചുമ മാറിയിട്ടൊന്നുമില്ല, ഭയങ്കര ക്ഷീണമുണ്ട്. എന്നാലും നോമ്പൊന്നും വിട്ടില്ല കേട്ടോ. പിന്നെ റിൻഷിമോൾക്ക് ആവി പിടിച്ചു. പിന്നെ ഞങ്ങൾക്ക് 2-3 മരുന്നൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കനും പത്തിരിയും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളങ്ങനെ വീട്ടിലെത്തി. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഉച്ചക്ക് 2 മണിക്കാട്ടോ പോയി വന്നതും. പിന്നെ ഞാൻ ആദ്യം അസർ നിസ്കരിച്ചതിന് ശേഷം പിന്നെ അടുക്കളയിൽ കയറി കേട്ടോ. പിന്നെ ചിക്കൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ നിന്നു. പിന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. കുറേ അതിൽ ചിക്കനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ കുട്ടികൾ ചിക്കൻ നോമ്പുറക്കാൻ ഇന്ന് ചിക്കനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റമളാൻ 2-ന് നമ്മൾ ചിക്കനും പത്തിരി കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പ്ലാനിട്ട് മുകളിൽ പോയിട്ട് നോമ്പ് തുറക്കാമെന്നൊക്കെ കേട്ടോ. നമ്മുടെ മുകളിൽ ഇപ്പം പത്തിരി ഇട്ട് ഉണ്ടാക്കുക, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. അങ്ങനെ ഇതാ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് ഉമ്മ പരത്തി തന്നു, ഞാൻ ചുട്ടെടുത്തു. ഒരു അടുപ്പിൽ ചിക്കൻ കറിയും ആക്കി. പിന്നെ നിസ്കാരമൊക്കെ ചെയ്തിട്ട് കേട്ടോ അടുക്കളയിൽ കയറിയത്. അങ്ങനെ ഇതാ പിന്നെ ഇവിടെ വീട്ടിൽ എല്ലാവരും കൊരൻ്റെ ആൾക്കാരാട്ടോ, ചുമൻ്റെ ആൾക്കാരാണ്. ഒരാൾക്ക് വന്നാൽ പിന്നെ എല്ലാവർക്കും വരും. പിന്നെ നമ്മൾ നമ്മുടെ പഴയ വീട്ടിൽ പോയി വീടൊക്കെ കാണുമ്പോൾ സങ്കടം വന്നു കേട്ടോ. അതങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അവരത് വിറ്റും തോന്നുന്നു. ഇനി അത് ഫ്ലാറ്റൊക്കെ വരും തോന്നുന്നു കേട്ടോ. അവിടെ ആകെ ഞങ്ങളിരിക്കണ പോലെ എല്ലാം ആകെ മാറിപ്പോയി അവിടെ. അങ്ങനെ മാറി സ്ഥലമൊക്കെ. പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ കയറി നോമ്പൊക്കെ ബാങ്കുകളിൽ നല്ല കേൾക്കൂട്ടോ മുകളിൽ. അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറന്നു.
കുറച്ച് പച്ചക്കറി ഒഴിച്ചാൽ ജ്യൂസ് അടിക്കാം. അവിടെ നിന്നൊന്നും തോത്തില്ല. അങ്ങനെ നോക്കുന്നു. പക്കോടെ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് അടിയാണ്. ഞങ്ങൾ നോമ്പ് തുറക്കുന്ന മുകളിലാട്ടോ വന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് നോമ്പ് തുറന്നു. രണ്ട് മൂന്ന് പള്ളിയത്തേക്ക് ബാങ്ക് വിളി നല്ല കേൾക്കും കേട്ടോ. ഞങ്ങൾ മുകളിൽ പോയി ഇരുന്നത് കയറുമ്പോഴത്തേനെ ബാങ്ക് വിളിച്ചു. പിന്നെ അങ്ങനെ വേഗം വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ 2-3 പള്ളിയത്തെ ബാങ്ക് വിളി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല സൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിന്നിട്ടോ കഴിക്കാൻ വന്നത്. കഴിക്കാൻ ഞാൻ ചിക്കൻ കുറച്ച് കുട്ടികൾക്ക് വറുത്തു. അപ്പോൾ അത് പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ നേരത്തെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടു. പിന്നെ ഞാൻ പത്തിരിയും ചിക്കൻ പൊരിച്ചതും ലേസായിട്ട് ചാറും ചായയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളുടെ നോമ്പൊക്കെ റാഹത്തായിട്ടോ.